എല്ലാ മാന്യ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. 2025 പുതുവർഷത്തിൽ ചിങ്ങൻ രാശിക്കാർക്ക് ലഭ്യമാകാൻ പോകുന്ന ഗോചര ഫലങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. മകം, പൂരം, ഉത്രം നക്ഷത്രത്തിൻ്റെ ആദ്യപാദം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന് വരുന്ന ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം 7-ൽ ശനി സഞ്ചരിക്കുന്ന കാലയളവാണ്. 10-ൽ വ്യാഴവും സഞ്ചരിക്കുന്നു. അപ്പോൾ 7-ൽ ശനി സഞ്ചരിക്കുന്നത് കൊണ്ട് തന്നെ കണ്ടകശനി കാലമാണ്. 10-ൽ വ്യാഴവും സഞ്ചരിക്കുന്നു. അപ്പോൾ വ്യാഴത്തെ കൊണ്ടും കാര്യമായിട്ടുള്ള പ്രയോജനങ്ങൾ ഈ രാശിക്കാർക്ക് ഇല്ലാതിരിക്കുന്നൊരു സമയമാണ്. ഗോചരാൽ ഈ 2025 പുതുവർഷത്തിൻ്റെ മെയ് വരെയുള്ള കാലയളവിൽ അല്പം കാര്യതടസ്സങ്ങളും മനപ്രയാസങ്ങളും സാമ്പത്തിക നഷ്ടങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള ഒരു സമയമാണ്. എന്നാൽ 2025 മാർച്ച് 29-ന് ശനി അഷ്ടമത്തിലേക്ക് 8-ലേക്ക് മാറുന്നുണ്ട്. അപ്പോൾ 8-ലേക്ക് ശനി മാറുമ്പോൾ അഷ്ടമശനി കാലമാണെങ്കിലും 7-ൽ നിന്നിരുന്ന പോലുള്ള കുറേയേറെ തടസ്സങ്ങൾ മാറിക്കിട്ടും. 7-ൽ ശനി നിൽക്കുമ്പോൾ കണ്ടകസ്ഥാനമാണ്, പിന്നെ അത് ദാമ്പത്യ സ്ഥാനമാണ്. ദാമ്പത്യപരമായിട്ട് വളരെയധികം പ്രയാസങ്ങളൊക്കെ നേരിട്ടുകൊണ്ടിരുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ മാർച്ച് 29-ന് ശേഷം അതിൽ നിന്നെല്ലാം ഒരു മോചനം കിട്ടുന്ന സമയമാണ്. എന്നാലും അഷ്ടമത്തിലെ ശനി ഇടയ്ക്കിടയ്ക്ക് മനക്ലേശങ്ങളും ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നതാണ്. എന്നാൽ 2025 മെയ് 14-നുള്ള വ്യാഴമാറ്റം ഈ രാശിക്കാർക്ക് വളരെ ഗുണപ്രദമാണ്. 11-ലേക്ക്, അതായത് സർവാഭീഷ്ട സ്ഥാനമായ 11-ലേക്കാണ് വ്യാഴത്തിൻ്റെ ഗ്രഹചാരം വരുന്നത്. അതുകൊണ്ട് തന്നെ വളരെയധികം നേട്ടങ്ങളും ഐശ്വര്യവും കീർത്തിയും എല്ലാം ഈ രാശിക്കാർക്ക് വന്നു ചേരുന്നതാണ്. തൊഴിൽപരമായിട്ട് വളരെയേറെ നേട്ടങ്ങളുണ്ടാകും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും നല്ല നേട്ടങ്ങൾ വന്നു ചേരുന്ന സമയമാണ്. കലാകാരന്മാർക്കും രാഷ്ട്രീയ പ്രവർത്തകർക്കുമെല്ലാം പൊതുവിൽ വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമായിരിക്കും 2025 മെയ് 14-ന് ശേഷം ചിങ്ങൻ രാശിക്കാർക്ക്.